ഒരു കുട്ടിയുടെ മരണത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ കാര്യമാണ്, മമൽ ഹോസ്പിറ്റൽ കാട്ടാക്കട. ആ ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ടാണ് ഞാൻ. അപ്പോൾ ഒരു മരണം എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായ വൈകാരികമായ വിഷയമാണ്. ആർക്കും ഞെട്ടലുണ്ടാക്കും, എല്ലാവരും പ്രതികരിക്കും, മാധ്യമങ്ങൾ അതേപ്പറ്റി പറയും, സോഷ്യൽ മീഡിയയിലും പരക്കും, അതെല്ലാം ശരിയാണ്. ആ ഒരാൾ മരിക്കുമ്പോൾ ആ മരിച്ച വ്യക്തിയുടെ കുടുംബം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് വിഷമിക്കുന്നത് ആ ചികിത്സിച്ച ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറ്റമുണ്ടോ ഇല്ലയോ എന്ന് ആരും തിരക്കുന്നില്ല. കുട്ടി മരിച്ചു കഴിയുമ്പോൾ പിന്നെ എന്തുകൊണ്ട് മരിച്ചു എന്നുള്ളത് മരിച്ചു, അത് സ്വാഭാവികമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു മരണം നടക്കുമ്പോൾ നമുക്ക് ആ കുടുംബത്തിനോടും ആൻസർ പറയണം. നമ്മുടെ മനസ്സിലും ഉണ്ടാകുന്ന വിഷമങ്ങൾ, പിന്നെ സമൂഹത്തിൽ നിന്നുള്ള പ്രതികരണം, കുറ്റം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു ന്യൂസ് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, പ്രതികരിക്കുന്നത് വാക്കിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ്. 100-500 പേര് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തവർ, എന്താ സംഭവിച്ചതെന്ന് അറിയാത്തവർ കൂട്ടം കൂടി വരും. ഞങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായി. അടിയും തടിയുമായിട്ട് ഹോസ്പിറ്റൽ അടിച്ചു പൊളിക്കാമെന്ന് കുറച്ച് പോലീസുകാരുടെ സംരക്ഷണം കാരണം ഇദ്ദേഹമാണ് കുട്ടിയെ പരിശോധിച്ച ഡോക്ടർ അരുൺ, പീഡിയാട്രിഷ്യൻ. അദ്ദേഹം തലനാരിലേക്ക് രക്ഷപ്പെട്ടു. എല്ലാം കഴിഞ്ഞ് നമ്മൾ മിണ്ടിയില്ല. കാരണം ഒരു പ്രതികരണം വരുമ്പോൾ, സമൂഹം പ്രതികരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞാൽ ആരും ചെവിക്കൊള്ളുകയില്ല. ഞങ്ങളുടെ ഹോസ്പിറ്റൽ 2004 സ്ഥാപിതമാണ്, കാട്ടാക്കട മമൽ ഹോസ്പിറ്റൽ. അത് അധികം പൈസ ചിലവില്ലാതെ, പോക്കറ്റ് ഫ്രണ്ട്ലി എന്ന് പറയും, അധികം ബില്ല് വാങ്ങാതെ സാധാരണക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ. എല്ലാ സ്പെഷ്യാലിറ്റിയും ഉണ്ട്, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി, സർജറി, അങ്ങനെ എല്ലാ വിഭാഗങ്ങളും അവിടെയുണ്ട്. 25-26 വർഷം പഴക്കമുള്ള എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സാണ്. ഞാൻ 45 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വിദേശത്തൊക്കെ വർക്ക് ചെയ്തൊരു ഡോക്ടറാണ്. ഞാനാണ് അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ട്, ഡോക്ടർ ശിവകുമാർ. ഇദ്ദേഹം 25 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ അരുൺ വാര്യർ, പീഡിയാട്രീഷ്യൻ. അദ്ദേഹം ഗവൺമെൻറ് സർവീസിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഹെൽത്ത് കേട്ടിരുന്ന 45-50 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഡോക്ടർ സത്യനേശൻ, അഡീഷണൽ ഡയറക്ടർ. അദ്ദേഹം എമർജൻസി മെഡിസിനിൽ എക്സ്പീരിയൻസ് ആയി 1 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് എമർജൻസി മെഡിസിനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹമാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ എമർജൻസി സർവീസ് ആ കുട്ടിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരിക്കലും ഒരു കുഞ്ഞിനെ എന്താ പറയുക, നെഗ്ലിജൻസ് എന്നുള്ളൊരു വാക്കിലേക്ക് പോകാൻ നമ്മൾ, കാരണം സ്വന്തം കുഞ്ഞിനെ പോലെ ഞങ്ങൾ നോക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ കുഞ്ഞിനെ കൊണ്ടുവന്നു, ആ വിഷയങ്ങളെല്ലാം ഞാൻ മെഡിക്കൽ സൂപ്രണ്ടാണ്, ഞാൻ ഇതിനകത്ത് ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്ത ആളല്ല. അപ്പോൾ അതെന്താ സംഭവിച്ചെന്ന് ആദ്യം കണ്ടവരാണ് ഈ. അപ്പോൾ എനിക്കാകെ പറയാനുള്ളത്, ന്യൂസ് വരും, ഓക്കെ, എല്ലാ മാധ്യമങ്ങളും പക്ഷേ ഈ ന്യൂസ് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കേസുകളിലെങ്കിലും ഡോക്ടറെ സ്ഥലത്ത് തെറ്റില്ല എന്ന് തെളിഞ്ഞാൽ പോലും അത് സമൂഹം അറിയുന്നില്ല. അത് നിങ്ങളും കൂടെ ഒന്ന് സഹകരിക്കണം. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാ വിവരങ്ങളും പുറത്ത് വരുമല്ലോ. വന്നു കഴിയുമ്പോൾ ഈ ഡോക്ടർ അറ്റൻഡ് ചെയ്ത ഡോക്ടർ കുറ്റക്കാരനല്ല എന്ന് അറിയുമ്പോൾ അതും കൂടെ ഒന്ന് നിങ്ങൾ സമൂഹത്തെ അറിയിക്കണം എന്നുള്ള ഒരു വിനീതമായ അഭ്യർത്ഥന എൻ്റെ വശത്തുനിന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളതൊന്ന് കൺസിഡർ ചെയ്യണം. അതേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി ആ വിഷയം സംബന്ധിച്ച് ആദ്യം കണ്ട ഡോക്ടർ ഇദ്ദേഹമാണ്, പിന്നെ എമർജൻസി സിറ്റുവേഷനിൽ കണ്ട ഡോക്ടർ അരുണാണ്. അവർ സംബന്ധിച്ച്